PMC പദ്ധതിയിൽ കൈകൊടുത്തതിന് വിദ്യാഭ്യാസ വകുപ്പും CPM നേതാക്കളും പറയുന്ന ന്യായം ഫണ്ടാണ്. രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും മറ്റ് നിവൃത്തികളൊന്നുമില്ലായിരുന്നു എന്നതാണ് CPM നേതാക്കളുടെ വാദം. PMCയിൽ ഒപ്പിട്ടില്ലെങ്കിൽ കേരളത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. PMCയിൽ ഒപ്പിട്ടതിന് ശേഷം കേരളത്തിന് എന്ത് കിട്ടുമെന്നതും പ്രസക്തം തന്നെ. വിദ്യാഭ്യാസ വകുപ്പും CPM നേതാക്കളും പറയുന്നതിൽ കുറേയേറെ കഴമ്പുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, തർക്കമില്ല കാര്യത്തിൽ. അതിന് ചില കണക്കുകളുടെ പിന്തുണയുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനാവുന്നത് കേന്ദ്ര സർക്കാരാണ്. അതായത് കേന്ദ്രവിഹിതം കൈമാറുന്നത് കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികളിലൂടെ തന്നെയാക്കി എന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ തന്ത്രം. അതായത് കേന്ദ്രവിഹിതം കുറയുന്നു എന്ന് വാദം ഉയർത്തുന്നവർക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ വരുന്ന ഫണ്ടുകൾക്ക് നേരെ അങ്ങ് കണ്ണടയ്ക്കാനാവില്ല എന്നതാണ് വസ്തുത. എന്താണ് ഈ കണക്കിലെ കളി? അത് നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ കൈമാറുന്ന പണത്തിൻ്റെ 22% കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയാണ് ഉണ്ടാവുന്നത്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പണം ലഭ്യമാവൂ. ഇതിലാവട്ടെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചില താൽപ്പര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു ഉണ്ടാകും. ഇക്കൊല്ലം 5.5 ലക്ഷം കോടിയാണ് ഇത്തരം പദ്ധതികളിലൂടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൈമാറുന്നത്. ഇതിൻ്റെ വെറും 1% മാത്രമേ കേരളത്തിന് നീക്കിവെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് പ്രസക്തം. ഇതാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉയർത്തുന്ന ചോദ്യം. കേരളം ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് തനത് നികുതി ഏകദേശം 90,000-ഓളം കോടിയാണ് പ്രതിവർഷം. എന്നാൽ ഇതേ കേരളത്തിൽ നിന്നും ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം പിരിച്ചു കൊണ്ടുപോരുന്നത്. കേന്ദ്രം ഇങ്ങനെ പിരിച്ചെടുക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം മാത്രമേ കേരളത്തിന് ലഭ്യമാകൂ എന്നിരിക്കെ ഇതുകൂടി വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയിരിക്കും? നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ സർവശിക്ഷ അഭിയാൻ എന്ന SSA എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ നടത്തിപ്പിന് ഈ പണം ചിലവഴിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷമായി പക്ഷേ കേന്ദ്രം കേരളത്തിന് ഈ വിഹിതം നൽകുന്നില്ല. 2024-2025 സാമ്പത്തിക വർഷം മാത്രം 420 കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്. PMC പദ്ധതിയുടെ പേര് പറഞ്ഞ് കേന്ദ്രം പിടിച്ചുവച്ച വിവിധ SSA പദ്ധതികളുടെ ആകെ തുക ഏകദേശം 1444 കോടി രൂപ വരും. എന്തുകൊണ്ട് ഈ വിഹിതം നൽകുന്നുമില്ല എന്ന ചോദ്യത്തിന് കേന്ദ്രം രാജ്യസഭയിൽ നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം. SSAയുടെ ഭാഗമായ കേരളം PMC കൂടി നടപ്പിലാക്കണമെന്നതാണ് കേന്ദ്രത്തിൻ്റെ വാദം. അതായത് PMC ഇല്ലെങ്കിൽ SSAയും ഇല്ല എന്നതാണ് കേന്ദ്രത്തിൻ്റെ വാദം. കേരളത്തിന് വേണമെങ്കിൽ പഴയ എതിർപ്പ് തുടരാം. വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ വേണമെങ്കിൽ കോടതിയിൽ പോകാൻ സാധ്യതയും വഴിയുമുണ്ടായിരുന്നു. രാഷ്ട്രീയ തർക്കം തുടരുകയും ചെയ്യാമായിരുന്നു. പക്ഷേ പണം കിട്ടില്ല എന്നതാണ് വസ്തുത. ഫലമോ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലാവാൻ സാധ്യതയുണ്ട്. അധ്യാപകരുടെ ശമ്പളം പോലും മുടങ്ങിയേക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു കാഴ്ച ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം സംഘപരിവാറിന് കീഴടങ്ങി എന്ന രാഷ്ട്രീയ പഴി കേൾക്കുന്നതാണ് നല്ലതെന്ന് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന് തോന്നിക്കാണേക്കാം. അതായത് പണത്തിന് വേണ്ടി മാത്രം ഒപ്പിടേണ്ടി വന്നു എന്ന വാദത്തിൽ കഴമ്പുണ്ട് എന്നതാണ് വാസ്തവം. ഇത് കണക്കിലെ കളിയാണ്. പക്ഷേ ഇതിനായി ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വന്നു എന്ന രാഷ്ട്രീയ ഗതികേട് CPMനും പൊതുവിൽ സർക്കാരിനും ഉണ്ട് താനും. വിവാദമായതോടെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം മറ്റൊരു രസകരമായ വസ്തുത കൂടിയാണ്. PMC വന്നാലും കേന്ദ്ര നയങ്ങൾ കേരളത്തിൽ ബാധകമാവില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാദം. V. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഇത് പലവട്ടമായി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് CPI അടക്കം വലിയ എതിർപ്പുകൾ ഉയർത്തിയതോടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാദമായി ഇത് മാറാറുണ്ട്. എന്നാൽ ഈ വാദമാവട്ടെ ഇതുവരെ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്നതുകൂടിയാണ് പ്രസക്തമായ കാര്യം. കാരണം രാഷ്ട്രീയത്തിനപ്പുറം ഇവിടെ ഉയരുന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. എന്തിനായിരുന്നു ഇതുവരെ PMC പദ്ധതിയെ കേരളം എതിർത്തത്? രാഷ്ട്രീയമായി തങ്ങൾക്ക് യോജിപ്പില്ലെങ്കിലും സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഈ PMC പദ്ധതിയുടെ ഭാഗമായി കൂടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. 3 വർഷം മുമ്പ് തന്നെ ഈ പണം കേരളത്തിൽ ലഭ്യമാകുമായിരുന്നല്ലോ എന്ന വസ്തുത കൂടി ഈ തർക്കത്തിനിടയിൽ മറന്നുപോകും.